ഇത് ലവ് ഹോം. ആശ്രയിക്കാൻ ആരും തന്നെ ഇല്ലാത്ത ഒരുപാട് പേർക്ക് ആശ്രയമാകുന്ന ഒരു സ്നേഹവീട്. ആശ്രയിക്കാൻ ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാകുമ്പോൾ അങ്ങനെയുള്ളവരെ താങ്ങി നിർത്തുവാൻ ദൈവം ചിലരെ ഭരമേൽപ്പിക്കാറുണ്ട്. അങ്ങനെ ദൈവം ഭരമേൽപ്പിച്ച ഒരുപാട് പേരിൽ ഒരാളാണ് മാത്തപ്പൻ ചേട്ടൻ. ദേ നോക്കിയേ, എത്ര സന്തോഷത്തോടെയാണ് മാത്തപ്പൻ ചേട്ടൻ അവരോടൊപ്പമായിരിക്കുന്നത്. ഈ മക്കൾക്ക് മാത്തപ്പൻ ചേട്ടൻ ഒരപ്പനെ പോലെയാണ്. അല്ല, അപ്പൻ തന്നെയാണ്. ആരാലും ആശ്രയിക്കാനില്ലാത്ത ഒരുപാട് മക്കൾക്ക് ഒരപ്പനായി, ചേട്ടനായി എന്നും മാത്തപ്പൻ ചേട്ടൻ കൂടെയുണ്ട്. ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രയബോധം ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഥകൾക്കപ്പുറത്തേക്കുള്ള ഒരു ജീവിതമായിരുന്നു മാത്തപ്പൻ ചേട്ടൻ്റേത്. ആ ജീവിതയാത്രയിലേക്ക് ഞാനും അറിയാതെ കൂടെ കൂടി. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സുവർണജാലകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഒരു നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലേ. വീണ് കിടക്കുന്ന ഒരുവനെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി സത്രത്തിൽ കൊണ്ടുപോയ ഒരു നല്ല സമരിയാക്കാരനെയാണ് ഇന്ന് സുവർണജാലകം നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ ഞാറക്കാട് ഗ്രാമത്തിൽ നെടുന്തടത്തിൽ വീട്ടിൽ മാത്തപ്പൻ ചേട്ടൻ. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്നേഹനിധിയായ ഒരപ്പൻ പിറവിയെടുത്ത കഥ. വളരെ അത്ഭുതത്തോടെയാണ് ഞാനത് കേട്ടിരുന്നത്. ആ കഥകൾക്ക് വല്ലാത്തൊരു തീക്ഷ്ണതയായിരുന്നു, അനുഭവങ്ങളുടെ തീക്ഷ്ണത. സ്വന്തം ജീവിതം അന്യനു വേണ്ടിയുള്ളത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ലവ് ഹോം എന്ന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിലേക്കുള്ള ചവിട്ടുപടി. എൻ്റെ വീട് ഈ ലവ് ഹോമിൽ നിന്നൊരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, അടുത്താണ്. എനിക്ക് എൻ്റെ ഭാര്യ മരിച്ചുപോയി. ഈ തുടങ്ങുന്ന കാലത്ത് ഭാര്യയുടെ സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഭാര്യ ഇപ്പോൾ 3 കൊല്ലമായി മരിച്ചിട്ട്. എനിക്ക് 3 മക്കളുണ്ട്, 2 ആണും 1 പെണ്ണും. ഏറ്റവും മൂത്തയാൾ സ്റ്റിൽ ബാച്ചലറാണ് ഇപ്പോഴും. രണ്ടാമത്തെ ആൾ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകൊച്ച്. അവൾക്കിപ്പോൾ 14 വയസ്സ് ഈ മാസം ആവണുള്ളൂ. പിന്നെ ഇളയതിനും പെണ്ണാണ് എൻ്റെ മോള്. അവൾ ടീച്ചറാണ്. അവളുടെ ഇവിടെ അടുത്ത ഇടവകയില കല്യാണം കഴിച്ചേക്കണേ. അപ്പം ഇങ്ങോട്ട് ഒരു ഇടവ ചാത്ത പറ്റുന്നു. ഞങ്ങൾ ലവ് ഹോം തുടങ്ങിയ നാടിലാണ് അവളെ കല്യാണം കഴിച്ചേക്കണേ. ഒരു നല്ല സമരിയാക്കാരൻ എങ്ങനെയാകണം എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു മാത്തപ്പൻ ചേട്ടൻ. നല്ലൊരു സമരിയാക്കാരനിലേക്കുള്ള മാത്തപ്പൻ ചേട്ടൻ്റെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. കാലത്തിൻ്റെ എല്ലാ കുത്തൊഴുക്കിലും പെട്ട് ആടിയുലയുന്ന ഒരു പായ് വഞ്ചി പോലെയായിരുന്നു ആ ജീവിതം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായൊരു കാര്യമാണ്. ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് മാത്തപ്പൻ തുടങ്ങിയ ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ ആരംഭമാണ് മാത്തപ്പൻ ചേട്ടൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നത്. അത് ലോകത്തിൻ്റെ ലഹരി ഞാൻ സന്മനസ്സോടെ ഉപേക്ഷിച്ചതല്ല. കാരണം തകർച്ച വന്നപ്പോൾ തമ്പുരാനെ അന്വേഷിച്ചാണ്. തകർച്ചയുടെ മാക്സിമത്തിലെത്തി നെല്ലിപ്പല കണ്ടെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ ധ്യാനത്തിന് പോകാനുള്ളൊരു പ്രേരണ കിട്ടി. അത് ഒരാൾ പറഞ്ഞ് പ്രേരിപ്പിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും ഈ കാര്യത്തിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ധ്യാനത്തിന് പോകുന്ന ഈ കാലത്തല്ല, 1986 ഞാൻ ധ്യാനം. അന്ന് എനിക്ക് 50 വയസ്സുണ്ട്. പണ്ടങ്ങാനം അസീസിയിലാണ് ഞാൻ ധ്യാനം കൂടിയത്. അന്നൊരു ആർമണ്ടച്ചൻ, ഒരു വിൻസെൻ്റ് അച്ഛൻ ഒക്കെയാണ് ധ്യാനം നയിക്കുന്ന ടീം. പിന്നെ ഒരു കുഞ്ഞേട്ടൻ, ഒരു പാപ്പച്ചൻ ചേട്ടൻ, ഇങ്ങനെ
അൽമാരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു എന്താ പറയുക, ഒരു നിഷേധാത്മക മനസ്സിയോട് കൂടിയാണ് പോയത്. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് പോയതാണ്. അപ്പോൾ പക്ഷേ ആദ്യം 2-3 ദിവസം എനിക്ക് ശുദ്ധ ബോറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ വചനം എന്നെ തൊടാൻ തുടങ്ങി, എന്നെ സ്പർശിച്ചു. അവിടെ നിന്ന് പോരാൻ നേരത്തേക്ക് ഞാൻ സമൂലമായിട്ട് ഞാൻ അപ്പാടെ മാറി. അങ്ങനെ ഒരു വലിയ മാറ്റം ആ 2-3 ദിവസത്തിനിടയ്ക്ക് സംഭവിച്ചു. കുമ്പസാരം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്പർശനം എനിക്ക് ലഭിച്ചത്. അതുവരെ എൻ്റെ തന്നെ ഒരു ഡിഫൻസായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് എന്നോർത്ത് ഒരു സമ്പൂർണ്ണ മാറ്റം വന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ദൈവത്തെ പരിചയപ്പെട്ടു, ദൈവം സ്നേഹമാണെന്ന് മനസ്സിലായി, എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെയൊരു വിശ്വാസം ഉണ്ടായി. അപ്പോൾ അവിടെ ധ്യാനം നടക്കുമ്പോൾ ലാസ്റ്റ് ദിവസം പഠിപ്പിച്ച ഒരു പാട്ട്, എനിക്കിപ്പോൾ ആ വരികളൊക്കെ ഞാൻ മറന്നു, പക്ഷേ ആ പാട്ടിൻ്റെ വരികൾ എന്നെ ആഴമായിട്ട് സ്പർശിച്ചു, ഹിറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അതായത് ആ പാട്ടിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബലിയഴിച്ചു, എൻ താതൻ നിങ്ങളിൽ സംപ്രീതനായി എന്നാണ് ഒരു ലൈന്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജീവൻ പകർന്നിരിക്കുകയാണ്, ഇനി പോവുക ഈ ജീവൻ പകർന്നിടാനായി. അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് ഈ ജീവൻ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ജീവൻ പങ്കുവയ്ക്കാനുള്ളതാണ്. ഈ ഒരു ആശയം ഒരു ചെറിയ ബിന്ദുവായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു, ധ്യാനം കഴിഞ്ഞ് പഠനം പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെയാണ് പള്ളിയിൽ പോകാൻ തുടങ്ങിയത്, റെഗുലറായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഇങ്ങനെ ഈ ധ്യാനത്തിന് പോയ അനുഭവമുള്ള ചില ആളുകൾ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മുമ്പേ പോയവർ, എനിക്ക് പിമ്പേ പോയവർ, ഞാൻ തന്നെ പ്രേരിപ്പിച്ച് അയച്ചവർ, ഇങ്ങനെ പലരെ കൂട്ടി ഒരു പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. ഇതാണ് ആ പ്രയർ ഗ്രൂപ്പിൻ്റെ ആരംഭമാണ് സജീവമായ ആത്മീയതയിലേക്ക് വരാം. അതിൻ്റെ തുടക്കം എന്ന് പറയാം. ആയിരത്തി 1993 മാത്തപ്പൻ ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. സിനിമാ കഥകളെ വെല്ലുന്നൊരു സംഭവം. ആ സംഭവമാണ് മാത്തപ്പൻ ചേട്ടൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് കാരണമായത്. കഥകൾക്കപ്പുറത്തേക്കുള്ള ഒരു ജീവിതമായിരുന്നു അത്. അതിശയോക്തി ഒട്ടുമില്ലാതെ മാത്തപ്പൻ ചേട്ടൻ ആ സംഭവം എന്നോട് പറഞ്ഞു തുടങ്ങി. ഞാൻ ചേട്ടനെ പറ്റി വായിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 1993 നടന്നൊരു സംഭവമാണ് ചേട്ടൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ആ സംഭവത്തെക്കുറിച്ചും പിന്നീടുണ്ടായ ജീവിത മാറ്റത്തെക്കുറിച്ചും ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? മൂവാറ്റുപുഴ കാരക്കുന്നം പള്ളിയിൽ, സെൻറ്റ് മേരീസ് പള്ളിയിൽ മോചന എന്ന് പറഞ്ഞ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാം, ഈ രൂപതയിലെ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവിടെ. അപ്പോൾ അവിടെ വെച്ചാണ് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ആ മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് വൈകുന്നേരം സമയത്താണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പള്ളിയുടെ എതിർവശേ ആ പള്ളിയിലെ കപ്പ്യാർ നടത്തുന്ന ഒരു ചായക്കടയുണ്ട്. ഒരു കുടുംബമായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ആ കപ്പ്യാരുടെ ഭാര്യ എന്നെ വിളിച്ചു, മാത്തപ്പൻ ചേട്ടൻ ഇതിലെ വന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കയറി, അവരൊരു ചായ കൊണ്ടുവച്ചു. ഈ ചായ കുടിക്കുന്ന സമയത്തിനിടയ്ക്ക് അവരൊരു സംഭവം എന്നോട് പറയുവാണ്. സംഭവം ഇതാണ്: ജൂലൈ മാസത്തിൽ ഒരു അവിടെ 2 പള്ളിയുണ്ട്. കാരക്കുന്നത്ത് ഒരു ജാക്കോബി പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ്, കത്തോലിക്ക പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ്. ഈ 2 പള്ളിയുടെ ഇടയ്ക്ക് വെച്ച് ഒരു പെൺകുട്ടി ഇങ്ങനെ വസ്ത്രമില്ലാതെ നടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവളുടെ കുറേ ചെറുപ്പക്കാർ കൂടി ഇവിടെ ആക്ഷേപിച്ച് കൂവി വിളിച്ച് അങ്ങനെ വരികയാണ്, ജാഥയായിട്ട് വരിക. ഇവൾ മുമ്പിലും അവർ പുറകിലും. അപ്പോൾ ഇവള് തമിഴത്തിയാണ്. ഇടയ്ക്ക് തിരിഞ്ഞു നിന്ന് അവരെ ചീത്ത വിളിക്കുന്നുണ്ട്. അവർ എറിയാനായിട്ട് എന്തെങ്കിലും സാധനമൊക്കെ റോഡിലുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവളെ കളിയാക്കുന്നത് നമുക്കറിയാം, പക്ഷേ എന്തിനാണ് കളിയാക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ അതിങ്ങനെ നമ്മുടെ കത്തോലിക്ക പള്ളിയുടെ മുമ്പിൽ വരുമ്പോഴേക്ക് അവിടെ ഒരു അമ്മമാരുടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ പ്രയർ കഴിഞ്ഞ് അവർ പള്ളിയുടെ നട ഇറങ്ങി വരുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്.
അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. അവർ ഈ പെണ്ണിനെ കയറി ബലമായിട്ട് പിടിച്ചു. അതിൽ ഈ നേതൃത്വം കൊടുത്ത് ഈ കപ്പ്യാരുടെ ഭാര്യ തന്നെ. അപ്പോൾ അവളെ ബലമായിട്ട് പിടിച്ച് ഈ കപ്പ്യാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും പുറകെ വന്ന ആളുകളൊക്കെ മുങ്ങി, പിന്നെ ആരും അവിടെ ഇല്ല. അപ്പോൾ കപ്പ്യാരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവളൊരു ഉടുപ്പിടിച്ചു, നൈറ്റി. അതവൾ കീറി കളഞ്ഞു. ഒന്നുകൂടെ അവർ ശ്രമിച്ചു, മറ്റൊരു നൈറ്റി ഇട്ടു, അതും അവൾ കീറി കളഞ്ഞു. അപ്പോൾ അവരുടെ ഒരു വീടിൻ്റെ പുറകിൽ ഒരു എക്സ്റ്റൻഷനായിട്ടൊരു മുറിയുണ്ട്. പിള്ളേർ പഠിക്കുന്ന മുറിയാണ്. 4 കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്നവർ ആ വീട്ടിൽ. അപ്പോൾ അതിനായിട്ട് പലകടിച്ച് സെപ്പറേറ്റ് ചെയ്തൊരു മുറിയുണ്ട്. ആ മുറിയിലേക്ക് ഇവളെ കൊണ്ട് ബലമായിട്ട് പിടിച്ച് കയറ്റി അവർ പൂട്ടി, താഴിട്ട് പൂട്ടി. എന്നിട്ട് കപ്പ്യാരുടെ ഭാര്യയെന്ന് കപ്പ്യാരോട് പറഞ്ഞു. കപ്പ്യാർ ആ സമയത്ത് പള്ളിയിലുണ്ട്. പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കപ്പ്യാരോട് വിവരം പറഞ്ഞു. കപ്പ്യാർ വികാരിയച്ഛനോട് പറഞ്ഞു. അപ്പോൾ വികാരിയച്ഛൻ ഈ കഥ കേട്ടപ്പോൾ പറഞ്ഞു, ഇത് റിസ്ക്കാണ്, ഇത് വാദി പ്രതിയാവുന്ന കേസാണ്, വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഈ പെണ്ണിനെ നിങ്ങൾ പിടിക്കുന്ന പലരും കണ്ടു. നാളെ ഈ പെണ്ണ് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെല്ലാം പിന്നെ കോടതി കയറി നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാദി പ്രതിയാവുന്ന കേസാന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കും ഭയമായിപ്പോയി. അച്ഛൻ ഇത്തിരി പൈസ എടുത്ത് അവർക്ക് കൊടുത്തു, എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടായിട്ട് കൊടുത്തു. എത്രയാണെന്ന് എനിക്ക് പണ്ടറിയാതെ ഇപ്പം മറന്നുപോയി. അപ്പോൾ അത് ഈ രാത്രി തന്നെ അവർ മറ്റു വീടുകളിലൊക്കെ കയറി ചെറിയ കളക്ഷൻ ഉണ്ടാക്കി പിറ്റേ ദിവസം ഈ പെണ്ണിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ ഒ പിയുടെ സമയം തീരാറായപ്പോഴേക്കാണ് ഇവർക്ക് ചെല്ലാൻ പറ്റിയത്. ഒരു ഡോക്ടർ ബഷീറാണ് അവിടെ സൈക്യാട്രിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ കൈ കെട്ടിയിട്ടാണ് പെണ്ണിനെ ഉടുപ്പിടിച്ച് അവർ കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു കൈ അഴിച്ച് അപ്പോൾ അവൾ ഇത് അഴിച്ചു കളയും, അതാണ് സ്ഥിതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതിങ്ങനെ ഉള്ളതാണ്, നമുക്കൊരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അവൾ മിടിക്കുകയാവും, പിന്നെ ഉടുപ്പൊന്നും കയറി കളയില്ല, നമുക്ക് സുഖപ്പെടുത്താം അവളെ എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഡോക്ടർ എന്തോ ഫോറമൊക്കെ അവിടെ പൂരിപ്പിച്ച് പേര് വയസ്സൊക്കെ ചോദിച്ചു. അവൾ വയസ്സെന്ന് കുറച്ച് വയസ്സായണ്ടാ പറഞ്ഞത്. 10-30 വയസ്സുണ്ടോ ഒക്കെ, പക്ഷേ ചോദിച്ചപ്പോൾ 16-17 എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കുറിച്ച് വെച്ചിട്ട് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നതെന്ന്. ബൈസ്റ്റാൻഡർ വേണം, നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നത് ചോദിച്ചു. ഈ ചോദ്യമാണ് ലോകപ്രകാരമുള്ള ഇതിൻ്റെ കാരണം, ഫിസിക്കലായിട്ടുള്ള ഇതിൻ്റെ കാരണം ഈ ചോദ്യമാണ് എന്ന് പറയാം. ശരിക്കും കർത്താവായിരിക്കും ഒരുപക്ഷെ ഡോക്ടറെ കൊണ്ട് ആ ചോദ്യം ചോദിച്ചു. മേ ബി അങ്ങനെ വരാം. എന്തായാലും അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കണം, അല്ലാതെ ആർക്കും ഒരു മറുപടി പറയാനില്ല. എല്ലാവരും വീട്ടമ്മമാരാണ്, അവർക്ക് കുടുംബത്തിൻ്റെ ചുമതലയുണ്ട്. ഒരാൾ ചായക്കട നടത്തുന്ന ആൾ, രാവിലെ എരുമയെ കറക്കണ ആൾ. അപ്പോൾ അവർക്ക് ഒരു മുഖത്തിൽ ഒഴിവില്ല, ഈ കൂടെ നിൽക്കാൻ ആരുമില്ല പ്രാക്ടിക്കലി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ആരുമല്ല, ഞങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടിയതാണ് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു റോഡൊക്കെ ഇവിടെയുണ്ട്, നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടെ നിന്നേ മതിയാവും എന്ന് പറഞ്ഞു. പിന്നെ ഇവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കിക്കുകയും കുറേ സംസാരിച്ചു സ്ത്രീകൾ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ രാത്രി ഉറങ്ങിയില്ല എന്ന് എന്നോട് പറഞ്ഞില്ല, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു, അപ്പോൾ ഇവൾ രാത്രി അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു പ്രശ്നമാണ്, ഞങ്ങൾ പിന്നെ ചോദ്യം ചെയ്യപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ ഉറക്കളച്ചിരുന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേ റിസ്ക് തന്നെ ഞങ്ങൾക്കുണ്ട്, ഇത് തന്നെയാണ് ഞങ്ങളുടെ സ്ഥിതി. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയാണെന്ന് നാളെ വാർത്ത വരും, ഞങ്ങളുടെ പത്രത്തിൽ വരും, അപ്പോൾ അതൊരു പ്രശ്നമാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ബൈസ്റ്റാൻഡർ വേണം ഞങ്ങൾ പറയുന്നത്. ബൈസ്റ്റാൻഡറുടെ ഉത്തരവാദിത്വമുണ്ട്, അതാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവർക്ക് ഡിഫൻസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇവർക്ക് പിന്നെ കരച്ചിലായി, വേറെ വഴിയില്ല ഡോക്ടറുടെ മുമ്പിൽ. കാരണം ഞങ്ങളിങ്ങനെ നാട്ടുകാർ കൊണ്ട് അറിഞ്ഞ് ഞങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ട് വരണത്, ഇനി ഇവിടെ പെരുവഴി വിട്ടിട്ട് പോകാൻ പറ്റില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കരഞ്ഞു. അപ്പോൾ എന്തോ ഡോക്ടർ പറഞ്ഞു ഒരു മാർഗമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഒരു അറ്റൻഡർ പി യു തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം നവജീവൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണത്. അവർ കുറേ പേര് നോക്കുന്നുണ്ട് ഇവിടെ. ഇന്നൊരു പക്ഷെ എല്ലാവരും അറിയുന്ന ഒരാളാണ് പി യു തോമസ്. തീർച്ചയായിട്ടും ലോകം മുഴുവൻ അറിയുന്ന ആളാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോമസിനെ തിരക്കി പോകാൻ പറ്റില്ല, വിളിച്ചു വരുത്താൻ പറ്റില്ല, നിങ്ങൾ പോയി തോമസിനെ കണ്ടുപിടിച്ചിട്ട് തോമസ് എൻ്റെ അടുത്ത് വന്ന് പറയണം ഈ നവജീവൻ നോക്കിക്കോളാം ഈ പാർട്ടിയെ എന്ന് പറഞ്ഞാൽ ഞാൻ
ഓറലായിട്ട് പറഞ്ഞാൽ മതി, എഴുതൊന്നും വേണ്ട, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കുറേ സമയം നടന്നു. ഈ കാക്കിയിട്ട് പോണ എല്ലാവരും അറ്റൻഡർമാരുണ്ട് ഇവിടെ, ഫയലും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരും ചോദിക്കും, ചേട്ടൻ തോമസ് ആണോ, തോമസ് ചേട്ടനെ കാണാൻ നിങ്ങൾ വന്നേ. അപ്പോൾ ഞാനല്ല, ഞാൻ വേറെ ആളാണ്, തോമസ് ഇവിടെയുണ്ട്, എവിടെയുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കാം. അങ്ങനെ പറഞ്ഞ് കുറേ കഴിഞ്ഞ് തോമസിനെ കണ്ടുപിടി. അപ്പോൾ തോമസിനെ കണ്ടതേ ഇവർക്ക് വലിയ ആശ്വാസമായി. കാരണം ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവിടെ കൃപ വിളയാടുന്ന ഒരു സ്ഥലമാണ് ആ മുഖം. അതൊരു ആശ്വാസമാണ് ഇവർക്ക്. അവർ തന്നെ പറഞ്ഞു, ആ മനുഷ്യനെ കണ്ടതേ ഞങ്ങളുടെ നിരാശയെല്ലാം മാറിയെന്ന് പറഞ്ഞു, കാര്യം പറഞ്ഞതിന് മുമ്പ് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ചെറിയ വാടക വീട്ടിലാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം നടത്തണേ. അവിടെ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഒഴിവാകാനായിട്ട് ഈ കെട്ടിട ഉടമസ്ഥ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ആരും പലരും വീടുള്ളവരാണ്, അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ചിരിക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, മാനേജബിളായ ഒരു 3 പേരെ നിങ്ങളങ്ങോട്ട് കൊണ്ടുപോകും. പകരം നിങ്ങൾ കൊണ്ടുവന്ന ആളെ ഞാൻ എടുത്ത, അവളുടെ പേര് മായ. ഞാനിത് പറഞ്ഞ ഏർപ്പാട് ഇതൊക്കെ ഡോക്ടറോട് പറയാം. 3 പേരെ നിങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ഇവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് ഞങ്ങളതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. 3 ആഴ്ചയെങ്കിലും സമയം തരണം കുറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് മൊബൈലില്ല, ഇവരുടെ എല്ലാം ലാൻഡ് ഫോണേ ഉള്ളൂ. ആ നമ്പർ തോമസ് അവിടെ കുറിച്ച് വെച്ചു. എന്നിട്ട് തോമസ് ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു, മായ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരു വളരെ സന്തോഷമായിട്ട് മടങ്ങിപ്പോകും. പി.യു. തോമസ് ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ആ അമ്മമാരുടെ മനസ്സിൻ്റെ ഭാരം ഒരു പകുതി വരെ കുറഞ്ഞിരുന്നു. മാത്തപ്പൻ ചേട്ടൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കൃപ നിറഞ്ഞൊരു മനുഷ്യൻ. എന്നാലും അവരുടെ പ്രതിസന്ധികൾ മാറിയില്ല. മായയെ പി.യു. തോമസ് ചേട്ടൻ ഏറ്റെടുത്തെങ്കിലും മറ്റു 3 പേരെ സംരക്ഷിക്കേണ്ട ചുമതല ഈ അമ്മമാർക്ക് വന്നു. പിന്നീടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ അമ്മമാർക്ക് തുണയായി വന്നത് മാത്തപ്പൻ ചേട്ടനായിരുന്നു. അപ്പോൾ ഈ കഥ എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കപ്പ്യാരുടെ ഭാര്യ ആനീസ് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം എന്നോട് പറയുകയാണ്, ഞങ്ങളിവിടെ വീടൊക്കെ അന്വേഷിച്ചു, കിട്ടുന്നില്ല. തന്നെയല്ല, ഒരു പുരുഷന്മാരാരുടെയും തുണയില്ലാതെ ആരുമിട്ട് വീട് തരികയില്ല. ഈ കാര്യത്തിനാന്ന് പറഞ്ഞ് ഒട്ടും വീട് കിട്ടില്ല. ഞങ്ങൾ പലതും അന്വേഷിച്ച് മടുത്തു. മാത്തപ്പൻ ചേട്ടൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മേലാതെയായി. കാരണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞ വാക്ക് ഓർക്കും, കൂടെ പുള്ളി വിളിക്കുന്നുമുണ്ട്, പക്ഷേ സംഭവം നടക്കണില്ല. അപ്പോൾ ഒരാളെ പറഞ്ഞ് വഞ്ചിച്ചു ഞങ്ങൾ എന്നുള്ളൊരു ചിന്ത വരുക. അതുമാണ് പ്രാർത്ഥനയ്ക്കുള്ള തടസ്സമെന്നും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാത്തപ്പൻ ചേട്ടൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം കേട്ടു. മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിൽ വെച്ച് പുതിയൊരു കോർഡിനേറ്റർ തിരഞ്ഞെടുത്തു. ഈ നാട്ടുകാരൻ തന്നെയാണ്, ഒരാളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ഫ്രീ ആയി. അപ്പോൾ ഈ പ്രയർ ഗ്രൂപ്പ് സംബന്ധിച്ചുള്ള പിന്നെ KAC മെമ്പർഷിപ്പേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഫ്രീ ആയി. ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ഫ്രീ ആയി. പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവർ അന്നേരം ആനീസ് മാത്രമല്ല, അന്ന് കോട്ടയത്തിന് പോയ മറ്റു സ്ത്രീകളും ആരൊക്കെയുണ്ട് കൂടെ കൊണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോദ്യമാണ്, മാത്തപ്പൻ ചേട്ടൻ എന്ത് പറയുന്നു? അപ്പോൾ വിഷയം തന്നു, ആലോചിക്കാനുള്ള സമയം തന്നു. അപ്പോൾ ഇനി മറുപടി കിട്ടണമല്ലോ, അതിനാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ മുഴുവൻ ആലോചിക്കാതെയോ എങ്ങനെയാണോ എൻ്റെ വായിൽ നിന്ന് വീണ വാക്കെന്ന് പറഞ്ഞാൽ മതി, കോട്ടയത്ത് ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം. കോട്ടയത്ത് ഒരാളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം എന്ന ചിന്തയിൽ നിന്നും പിറവിയെടുത്തത് 136 മക്കളുടെ അപ്പൻ എന്ന പദവിയായിരുന്നു. ദൈവം കാത്തുവെച്ച കരുതലിൻ്റെ വീട്ടിലേക്ക് അവർ ചേക്കേറി. ലവ് ഹോം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തോമസ് ചേട്ടൻ തന്നെയാണ് ഇതിന്റെ ഒരു അല്ലെ ഇൻസ്പിറേഷൻ എന്നൊക്കെ നമുക്ക്. തോമസിനെ എനിക്ക് പരിചയമില്ല, അന്ന് പരിചയമില്ല. അവിടെ നിന്ന് ഒരാളെന്ന് അങ്ങനെ ഒരാൾ ലോകത്തിൽ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് ആ ധൈര്യം അത് ഞാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഇത് വീട്ടിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ, കാരണം നമ്മൾ സാധാരണ ഒരാളെ അല്ല നോക്കാൻ പോകുന്നത്, നമുക്ക് ബന്ധമുള്ള ഒരാളെ അല്ല. അപ്പൊ ഇത് കുടുംബത്തിൽ ഇതപ്പോൾ എൻ്റെ ഭാര്യയും എന്നോടുകൂടി ധ്യാനം കൂടിയ ആളായതുകൊണ്ട് ഈ വന്ന വഴി അവളോട് ഈ കാര്യം പറഞ്ഞപ്പോഴും അവൾ തന്നെ എതിരൊന്നും പറഞ്ഞില്ല. മക്കളൊക്കെ ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്ത്?
മക്കളോട് അത്ര വ്യക്തമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ അന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷേ അവർ കേൾക്കുന്നുണ്ട്, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവരാരും ഒരു നോയും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർക്കും അമ്മച്ചിക്ക് വിശ്വാസത്തിനും ഒക്കെ ഈയിടെ സംഭവിച്ച മാറ്റങ്ങളൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് 2 വർഷമായിട്ട്. അതിന് മുമ്പ് വീട്ടിൽ പ്രാർത്ഥനയൊന്നുമില്ല, പിന്നെ പ്രാർത്ഥനയുണ്ടായി, ഇതൊക്കെ അവർ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞില്ല, എതിരും പറഞ്ഞില്ല, അനുകൂലമായിട്ടും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ തോമസിനെ അവർ വിളിക്കുന്ന പോലെ അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ജോസ് എന്ന് പറയും, ആ ജോസിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ സ്റ്റാഫാണ്. ആ ജോസിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയം പങ്കുവച്ചു. അപ്പോൾ ജോസ് പറഞ്ഞു, ഇവിടെ അടുത്തൊരു വീടുണ്ട്, നമുക്കത് അന്വേഷിക്കാം. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്, അവിടെ നമുക്ക് സൗകര്യമുണ്ട്, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ വീടിൻ്റെ എല്ലാ ഭാഗമല്ല, കുറേ ഭാഗം വാടകയ്ക്കെടുത്തു. അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്തുണ്ട്, ഏരിയ ഉണ്ട്, ഒരു കാർ ഷെഡുണ്ട്, ഒരു മുറിയുണ്ട്. അത്രയും ഭാഗം ഞങ്ങൾ വാടകയ്ക്കെടുത്ത് സെപ്റ്റംബർ 13 തോമസിനെ വിവരം അറിയിച്ചു. വീട് കിട്ടിയിട്ടുണ്ട്, തുടങ്ങാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോതമംഗലക്കാരി ഒരു സ്ത്രീ ഇങ്ങനെ അവിവാഹിതമായിട്ട് വീട്ടിൽ നിന്നിരുന്ന ഒരു 10-40 വയസ്സുണ്ട് ഒരു സ്ത്രീ, ഒരു മേരിക്കുട്ടി, വീട്ടുപേരിയെ മറന്നുപോയി. ആ മേരിക്കുട്ടി പറഞ്ഞു, അവരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രേരണൊക്കെ വരാറുള്ളവർ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അവരെ നോക്കിക്കോളാം, ഞാനവിടെ താമസിച്ചോളാം, മരുന്ന് കൊടുത്തോളാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം എന്ന്. അങ്ങനെ ഒരു 10 ലിറ്റർ മണ്ണെണ്ണയൊക്കെ ബ്ലാക്കിൽ വിലയ്ക്ക് മേടിച്ചു, കുറച്ച് അരി മേടിച്ചു, മറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച്, കുറച്ച് പലകോടൊരു അടിച്ചൊരു അടുക്കളയൊക്കെ എക്സ്റ്റൻഷനായിട്ട് പുറത്തുണ്ടാക്കി ഈ പ്രസ്ഥാനം ആരംഭിച്ചു. സെപ്റ്റംബർ 13 ഉച്ചഭക്ഷണ സമയത്ത് തോമസ് 3 രോഗികളും ഒരു നേഴ്സുമായിട്ട് അവിടെ വന്നു. അങ്ങനെ ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമായിരുന്നു. ഭാര്യ, മക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാത്തപ്പൻ ചേട്ടനൊപ്പം നിന്നു. അപ്പോൾ ദൈവം പടുത്തുയർത്തിയത് നിരാലംബരായ ഒരുപാട് പേർക്കുള്ള ഒരു കൂടാരമായിരുന്നു. അതായത് ഒരു സ്ത്രീക്ക് ഒരു വലിയ വരുമാനം അധികമില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലൊരു സ്ത്രീ മാനസിക രോഗിയായാൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഇതിനെ എവിടെ ആക്കിയിട്ട് അവർ പോകും? ഇതൊരു വലിയ പ്രശ്നമാണ്. പുരുഷനാണെങ്കിൽ സാരമില്ല, അവനേലും പോട്ടെ. ഇതൊരു പെണ്ണിനെ അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ അവസ്ഥയാണല്ലോ അവർക്ക്. അതാണ്. അപ്പം അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിത് കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ ചില സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. വീട്ടുകാർ തന്നെ നേരിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അവരുടെ അവസ്ഥ പറയും, അങ്ങനെ കൊണ്ടുവന്ന് വിളിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പുതിയ വീട്ടിൽ 34 വരെ അംഗങ്ങളായി. അത് എത്ര മാസത്തിൻ്റെ? 2 കൊല്ലം കൊണ്ട് 34 പേരായി. ആ സമയത്താണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ വാങ്ങുന്നത്. 95 സെൻറ്റ് സ്ഥലം ഞങ്ങൾ ഒരു ധൈര്യം കൊണ്ട് അങ്ങ് വാങ്ങിക്കുക. ഒരു ധൈര്യം കൊണ്ട്. ആ ധൈര്യത്തിന് അതിന് ഭൗതിക കാരണം പറയാം. അപ്പോൾ ഒരു പട്ടിക കഷ്ണത്തിൽ ലവ് ഹോം എന്ന് മാത്രം എഴുതി ഒരു ബോർഡ് ഞങ്ങളുടെ വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് തിരിയുന്നിടത്ത് വെച്ചിരുന്നു. ഇത് ബെന്നി പുനത്തറ കണ്ടു. ഇതൊക്കെ അറിഞ്ഞു കേട്ട് അവിടെ വന്നപ്പോൾ ഈ ബോർഡ് കണ്ടു. ആ ബോർഡിൻ്റെ ഒരു പടം ക്യാമറയിൽ അദ്ദേഹം എടുത്തു. അന്ന് ഈ ശാലോ മാസിക ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസികയിൽ ഈ സംഭവത്തെ പറ്റി ഒരു ഫീച്ചർ 1-2 പേജിൽ ബെന്നി എഴുതി. അപ്പോഴാണ് ഈ നാടിന് പുറത്തുള്ളവർ ഇത് അറിയാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് അതിനു മുമ്പ് ഞങ്ങൾ അരിയൊക്കെ കളക്ഷൻ എടുക്കുമായിരുന്നു. അരി ഒരു വീട്ടിലെ ലവ് ഹോമിന് ഒരു പിടി അരി എന്ന് പറഞ്ഞ് ടിന്ന് കൊടുക്കുമായിരുന്നു. അതും കൂലിപ്പണിക്കാർ, ഡെയിലി വേജസിന് പണിയാൻ പോകുന്ന ആളുകളുടെ ഇടയ്ക്ക് നമ്മുടെ ഈ നാട്ടിൽ തന്നെ പലരെ ഏൽപ്പിച്ചു വന്ന് ഒരു പിടി അരി ലവ് ഹോമിനെന്ന് പറഞ്ഞു. അപ്പോൾ അരി കഴുകി അടുപ്പത്തിടാൻ പോകുന്ന വീട്ടമ്മ ഒരു പിടി അരി ടിന്നിൻ്റെ അകത്തിടും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആദ്യം നടന്നിരുന്നത്. പക്ഷേ ശാലോമിൻ്റെ മാസികയിൽ ഈ വാർത്ത വന്നതോടുകൂടി 50, 100, 200 ഒക്കെ മണി ഓർഡർ വരാൻ തുടങ്ങി. അപ്പം ആ സമയത്ത് തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇത് ഈ ചില ആഴ്ചയിൽ പൈസയൊന്നും വരില്ല. 1-2 ആഴ്ചത്തേക്ക് ഒരു മണി ഓർഡർ വരാതെ പോയിട്ടുണ്ട്. അപ്പം പിന്നെ വരണ 10,000 ആയിരിക്കും. ഒരാൾ നേരിട്ട് കൊണ്ട് തരികയായിരിക്കും. അപ്പോഴാണ് എനിക്ക് ഒരു കഥ മനസ്സിലായി. ഇതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ.
ആ ബോധ്യത്തിലാണ് ഞാൻ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കണം വചനം നിങ്ങൾ കണ്ടു കാണാം. സങ്കീർത്തനം 36. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. അത് ഞങ്ങളുടെ ആപ്തവാക്യമാണ്, അത് അവിടെ കുറിച്ച് വെച്ചേക്കണതാണ്. ആ വചനമാണ് ബേസ്. കാരണം ദൈവം പരിപാലിച്ചു. ഞാനിപ്പോൾ ഒരു കളങ്കിതനായ അവസ്ഥയിലാണെങ്കിൽ പോലും കർത്താവിനെ വിളിക്കാനും കർത്താവിനോട് സംസാരിക്കാനും മടിയില്ല. ലവ് ഹോമിൻ്റെ ഭാവിയെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ വീക്ഷണം? വെളിച്ചത്തിന് ഇരുട്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഇത്തരം നന്മ പ്രവൃത്തികൾ എപ്പോഴും പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കും. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടും, അതിൻ്റെ കൂടെ ഉപദ്രവങ്ങളുണ്ട്. ചേട്ടൻ ജന്മം കൊണ്ടുള്ള വൈകല്യത്തെ ചേട്ടൻ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെയുള്ള മക്കളെയൊക്കെ ചേട്ടൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറ പ്രവർത്തികൾ കൊണ്ട് വൈകല്യം സൃഷ്ടിക്കുന്നവരാണ്. ആ തലമുറയോട്, ഇന്നത്തെ പുതിയ ജനറേഷനോട് ചേട്ടനുള്ള ഒരു ഉപദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ ആ പറയുന്ന ഒരർത്ഥമില്ലല്ലോ. ഇത് ഈ സ്നേഹമെന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്.